ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏകദേശം ചെയ്തു വച്ചിരിക്കുന്നത്, മോട്ടിവേഷൻ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഒരു ജെൽ പെന്നോ അല്ലെങ്കിൽ ഒരു ഇങ്ക് പെന്നോ സ്കെച്ചോ യൂസ് ചെയ്ത് കുറേ ഇതേപോലുള്ള കുട്ടി കുട്ടി സ്റ്റിക്കറിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പടം വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അതിനുശേഷം നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ്. സാധാരണ ക്രയോൺസ് ഉപയോഗിച്ചപ്പോൾ ചിലപ്പോൾ ഇത്രയും നീറ്റ്നെസ് കിട്ടണമെന്ന് വരത്തില്ല. അല്ലെങ്കിൽ പെൻസിൽ കളറും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിവിടെ പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ ആയിരുന്ന ടൈമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജാക്ക് പോട്ട് എന്ന് പറയുന്ന ഗെയിമും മറ്റും ഞാൻ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളിൽ ഒരെണ്ണം ഈ സ്റ്റിക്കറുകളായിരുന്നു. സ്റ്റിക്കർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് വരികയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സ്റ്റിക്കേഴ്സ് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. വരച്ചതിന് ശേഷം വീതിയുള്ള സെലോ ടേപ്പ് ഒട്ടിച്ച് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം. നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കളർഫുൾ ആയിട്ടുള്ളതായിരിക്കും മിക്കവാറും കിട്ടുക. നമ്മുടെ ഇഷ്ടാനുസരണം കളർ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. പക്ഷേ എനിക്ക് കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വരച്ചതിൽ എനിക്ക് തന്നെ കളർ അടിച്ച് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും വേണോ മാറ്റാമല്ലോ കളേഴ്സും മറ്റുമൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചെടുത്ത് ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വളരെയധികം എഫക്റ്റീവ് ആണ് കേട്ടോ. പുതിയ ടീച്ചേഴ്സിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇങ്ങനെ വരും. നല്ലതാണ്, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വരച്ച് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. ഇത് പാരൻസിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾ നല്ലതൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ട് ഇത്ര സ്റ്റിക്കേഴ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ അവരും ഹാപ്പി, നിങ്ങളും ഹാപ്പി, മോട്ടിവേറ്റഡ്.